ഒരു സിമ്പിൾ എക്സൽ ചാലഞ്ച് ആണ് ഈ വീഡിയോയിലുള്ളത്. എന്താണ് ഈ എക്സൽ ചാലഞ്ച്, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കാം. 6 റൗണ്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത കുറച്ച് കാൻഡിഡേറ്റ്സ് നേടിയ ഗ്രേഡുകളാണ് അഥവാ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത്. ഓരോ കാൻഡിഡേറ്റിൻ്റെയും റോൾ നമ്പർ നേരെ ആ കാൻഡിഡേറ്റ് ഓരോ റൗണ്ടിലും നേടിയ ഗ്രേഡ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന കാണാം. ഉദാഹരണത്തിന് രണ്ടാമത്തെ കാൻഡിഡേറ്റ് നേടിയ ഗ്രേഡുകൾ നോക്കാം. റൗണ്ട് 2, അതായത് രണ്ടാമത്തെ റൗണ്ടിൽ സി, മൂന്നാമത്തെ റൗണ്ടിൽ എ, അഞ്ചാമത്തെ റൗണ്ടിൽ ബി. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ടേബിൾ കാണാം. ഓരോ ഗ്രേഡിനും ഈക്വലൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ ടേബിളിലുള്ളത്. എക്ക് 10 പോയിൻറ്റ്സ്, ബി 5, സി 3, ഡി 1.5. ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പോയിൻറ്റ്സ് സ്കോർഡ് ബൈ ഈച്ച് കാൻഡിഡേറ്റ് ആൻഡ് ഫൈൻഡ് ദ ടോപ്പ് 3. അതായത് ഇവിടെയുള്ള ഓരോ കാൻഡിഡേറ്റ് നേടിയ ടോട്ടൽ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ശേഷം ഇതിലേറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടിയ 3 ആളുകളെ കണ്ടെത്തുക. ആദ്യം ഓരോ കാൻഡിഡേറ്റ് നേടിയ ടോട്ടൽ പോയിൻറ്റ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡും ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഓരോ ഗ്രേഡിനെയും ഈക്വലൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ആദ്യം എല്ലാ എയും 10 പോയിൻ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ശേഷം ബി എ 5 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സി 3, ഡി 1.5. ഈ ടേബിളിലെ ഡേറ്റ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഈ ഡേറ്റ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് ആസ് വാല്യൂസ്. ഇനി ഈ സെല്ലുകളിലുള്ള എല്ലാ എകളെയും 10 കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട്, റീപ്ലേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. Ctrl H ആണ് റീപ്ലേസിനുള്ള ഷോർട്ട് കട്ട്. നോക്കുക, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. നമുക്ക് ആദ്യം റീപ്ലേസ് ചെയ്യേണ്ടത് എ എന്ന ലെറ്ററിനെയാണ്. ഫൈൻഡ് വാട്ടിന് നേരെ എ എന്ന ലെറ്ററിനെ റീപ്ലേസ് ചെയ്യേണ്ടത് 10 കൊണ്ടാണ്. റീപ്ലേസ് വിത്തിന് നേരെ 10. റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഡൺ, വി മേഡ് 6 റീപ്ലേസ്മെൻറ്റ്സ്. അതായത് ഈ സെല്ലുകളിൽ എവിടെയൊക്കെ എ ഉണ്ടായിരുന്നു അവയെല്ലാം 10 കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്തത് ബി, റീപ്ലേസ് വിത്ത് 5. സി 3, റീപ്ലേസ് ഓൾ. ഡി 1.5, റീപ്ലേസ് ഓൾ. നോക്കുക, ഇവിടെ ഉണ്ടായിരുന്ന ഗ്രേഡുകളെല്ലാം ഈക്വലൻ്റ് പോയിൻറ്റ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇനി പോയിൻറ്റ്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പോയിൻറ്റ്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ആദ്യത്തെ കാൻഡിഡേറ്റ് നേടിയ ടോട്ടൽ പോയിൻറ്റ്സ് ഇവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഓരോ കാൻഡിഡേറ്റിൻ്റെയും ടോട്ടൽ പോയിൻറ്റ്സ് ഇവിടെ വന്നാൽ കാണാം. ഇനി വളരെ പെട്ടെന്ന് ഇതിലെ ചില റിസൾട്ടുകൾ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സി 3, ഡിയുടെ വാല്യൂ 1.5, അതായത് 3 + 1.5 4.5, വീണ്ടും 4.5 + 1.5 6, 1.5 + 1.5 3. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടിയ 3 ആളുകളെ കണ്ടെത്താനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ടോപ്പ് ബോട്ടം റൂൾസ്, ടോപ്പ് 10 ഐറ്റംസ്. നമുക്ക് ലാർജസ്റ്റ് 3 നമ്പേഴ്സാണ് കണ്ടെത്തേണ്ടത്. ഇൻപുട്ട് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നോക്കുക, 24.5, 19.5, 21. ഈ കാണുന്നതാണ് ഇതിലേറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടിയ 3 ആളുകൾ. ഓരോ വിദ്യാർത്ഥിയുടെയും ടോട്ടൽ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ശേഷം ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടിയ 3 ആളുകളെ കണ്ടെത്തുക എന്നതായിരുന്നു ചാലഞ്ച്. എക്സലിലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നീ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഈ ചാലഞ്ച് നമ്മൾ സോൾവ് ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഡേറ്റയിൽ പിന്നീട് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമാണ് ഈ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഡേറ്റയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, അതായത് ഗ്രേഡുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയോ പുതിയതായിട്ട് ഗ്രേഡുകൾ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ റിസൾട്ടുകൾ തനിയെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഡൈനാമിക് ആയിട്ടൊരു സൊല്യൂഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫോർമുലകൾ യൂസ് ചെയ്യുന്ന ഡൈനാമിക് ആയിട്ടുള്ള അത്തരമൊരു സൊല്യൂഷനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊരിക്കലും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.